നിക്ഷേപകരെ ആകർഷിക്കുന്നതിനുള്ള പദ്ധതികളുമായി ഘാന. ഇതിനായി ഖത്തറിലെ പ്രമുഖ ബിസിനസ് കൺസൾട്ടൻസിയായ പ്രൊഫഷണൽ ഗ്രൂപ്പ് ഘാന സർക്കാരുമായി MOU ഒപ്പുവെച്ചു. അതിവേഗം വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുന്ന സമ്പദ്ഘടനയാണ് ഘാനയുടേത്. ഈ വർഷം മൂന്നാം പാദത്തിൽ 7.2% സാമ്പത്തിക വളർച്ച നേടിയ രാജ്യത്ത് നിക്ഷേപ സാധ്യതകൾ നിരവധിയാണ്. പ്രവാസികളും നാട്ടിലുള്ളവരുമായ സംരംഭകർക്ക് ഘാനയിലേക്ക് നിക്ഷേപത്തിനുള്ള വഴികൾ തുറക്കുകയാണ് ഖത്തറിലെ ബിസിനസ് കൺസൾട്ടൻസിയായ പ്രൊഫഷണൽ ഗ്രൂപ്പ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാവരും പുതിയ അവസരങ്ങളും അതുപോലെ തന്നെ പുതിയ രാജ്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമീപ ഭാവിയിൽ ഇനിയൊരു പുതിയ ഗൾഫായി മാറാൻ പോവുകയാണ്, പ്രത്യേകിച്ചും ആഫ്രിക്കയിലെ രാജ്യങ്ങൾ. ഈ വർഷം 2 പ്രാവശ്യം ഘാന ഗവൺമെൻറ്റിൻ്റെ അതിഥിയായിട്ട് അവിടെ സന്ദർശിക്കാനും അവിടുത്തെ അവസരങ്ങളൊക്കെ നേരിട്ട് കാണാനും ഞങ്ങൾക്ക് അവസരമുണ്ടായി. പ്രധാനമായിട്ടും ഞങ്ങളുടെ ആ ഒരു വിസിറ്റിൽ ഘാന ഗവൺമെൻറ്റുമായിട്ട് ഘാന ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ സെൻറ്ററുമായിട്ട് MOU സൈൻ ചെയ്യാൻ സാധിച്ചു. ഘാനയിലെയും അതുപോലെ തന്നെ ആഫ്രിക്കയിലെയും അവസരങ്ങൾ GCCയിലും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലും ഇന്ത്യയിലും അക്രോസ് ദ ഗ്ലോബ് പ്രൊമോട്ട് ചെയ്യുന്നതിനായിട്ടുള്ള അഗ്രിമെൻ്റ് ആയിരുന്നത്. പലപ്പോഴും ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോകാൻ ആളുകൾ ഭയപ്പെടുന്നത് അവിടുത്തെ സെക്യൂരിറ്റി ഇഷ്യൂ അതുപോലെ തന്നെ സ്റ്റേബിൾ ഗവൺമെൻറ് ഇല്ല എന്നുള്ളതൊക്കെ ആയിരിക്കാം. എന്നാൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിന് ഏറ്റവും സെക്യൂരിറ്റി ഉള്ള ഒരു ഒരു രാജ്യമാണ് ഘാന എന്ന് പറയുന്ന വെസ്റ്റ് ആഫ്രിക്കയിലെ ഈ രാജ്യം. ഘാനയിലെ നിക്ഷേപ സാധ്യതകൾ പഠിക്കുന്നതിനായി പ്രൊഫഷണൽ ഗ്രൂപ്പിന്റെ പ്രതിനിധി സംഘം 2 തവണ രാജ്യം സന്ദർശിച്ചു. സ്പോർട്സ് യുവജനകാര്യമന്ത്രി മുസ്തഫ യൂസഫ്, രാജ്യത്ത് വിവിധ മേഖലകളിൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനുള്ള സർക്കാർ ഏജൻസിയായ ഘാന ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ സെന്റർ CEO യോഫി ഗ്രാൻഡ് എന്നിവരുമായി സംഘം കൂടിക്കാഴ്ച നടത്തി. I'm happy to announce our relationship between the Ghanaian government that takes a long time to build and strengthen relationship between the Ghanaian government in terms of economical relationship, in terms of social relationship. We've been to Ghana for different visits, different official visits to build that relationship. We have signed a memorandum of understanding between the Ghanaian government into different sectors. What we are looking for any investors who's planning to invest in Ghana to pass by us and have an idea about what kind of opportunities that the Ghanaian government offering. A lot of agreement, a lot of discussions being made with the Ghanaian government that could help any investors. We build a relationship with the different departments in Ghana, such as gold mining, resources, oil and gas, tourism. We made several meetings there with the Ghanaian departments, ministries, as well as the Ghanaian investment authorities. വൈവിധ്യമാർന്ന മേഖലകളാണ് ഘാന നിക്ഷേപകർക്ക് മുന്നിൽ തുറന്നിടുന്നത്. ഘാന എന്ന് പറയുന്നത് വെസ്റ്റ് ആഫ്രിക്കയിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഇക്കണോമിക് ഗ്രോത്ത് വരുന്ന ഒരു സ്റ്റേബിൾ ഡെമോക്രസി ഉള്ള രാജ്യമാണ്. അവിടെ പല സെക്ടേഴ്സ് ലൈക്ക് ഇൻഫ്രാസ്ട്രക്ചർ, ഓയിൽ ആൻഡ് ഗ്യാസ്, മൈനിങ്, ഗോൾഡ് മൈനിങ് എസ്പെഷ്യലി, പിന്നെ അഗ്രികൾച്ചറൽ, കൊക്കോ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് എക്സ്പോർട്ടേഴ്സ് ഇൻ ദ വേൾഡ് ആണ് ഘാന. ആൻഡ് ഹോസ്പിറ്റാലിറ്റി, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, എല്ലാ സെക്ടേഴ്സിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഏത് സെക്ടേഴ്സിലും അവിടെ ഗ്രോത്ത് ഉള്ള ഒരു രാജ്യമാണ്, ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു രാജ്യമാണ്. പുതിയ നിക്ഷേപ സാധ്യതകൾ തേടുന്ന സംരംഭകർക്ക് ഘാന മികച്ച അവസരമാണെന്ന് ഈ രംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നു. മീഡിയ 1 ദോഹ.